എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ കാലത്ത് വളരെ ബിസി ആയിരുന്നു, അപ്പൊ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പോഴത്തെ സദ്യ ഒരുക്കിയിട്ട് ഊണ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനും രാമും മാത്രമേ ഉള്ളൂ വീട്ടില്, കുട്ടികൾ രണ്ടുപേരും ഇല്ല. അപ്പൊ എല്ലാം ഉണ്ടാക്കി, 4 വെച്ചു. പിന്നെ ഞങ്ങള് സാമ്പാർ ഉണ്ടാക്കില്ല സദ്യക്ക്. പിന്നെന്താ പറയാ, വട്ടുപേരി ഉണ്ടാക്കി, 4 വറുത്തു, ശർക്കര പേരി ഉണ്ടാക്കി, കടുമാങ്ങ, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ചോറ് വിളമ്പി കൊടുക്കട്ടെ കേട്ടോ രാമിന്. ആദ്യം തന്നെ പുളിയിഞ്ചി ഞാൻ ഉണ്ടാക്കിയ പുളിയിഞ്ചി കേട്ടാ, അടിപൊളി പുളിയിഞ്ചി. പിന്നെ വെള്ളനാരങ്ങ ട്ടാ, വെള്ളനാരങ്ങ. പിന്നെ കാളൻ രാമിന് കാളൻ ഭയങ്കര ഇഷ്ടാ, കാളൻ കേട്ടാ. പിന്നെ ഓലൻ, പൊട്ടറ്റോന്റെ ഉരുളക്കിഴങ്ങിന്റെ ഓലനാണ് കേട്ടാ. ഇത് ഓലനും ഇഷ്ട, എന്റെ മോനും മോൾക്കൊക്കെ ഓലൻ നല്ല ഇഷ്ട. അത് കൂട്ടിയിട്ടാ ഊണയിക്ക. ഇനി അവിയല് കാച്ചില്ല കണ്ട, അവിയല് നല്ല അസല അവിയല് കണ്ട, അവിയല്. ഇനി എരിശ്ശേരി, ഓരോ കൂട്ടാനുകളും മറക്കുന്നു, എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ. ഇനി എരിശ്ശേരി സ്ഥലം ഒന്നൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അച്ഛനൊക്കെ ഓരോ കൂട്ടാനും ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടാ. ഇനി ഏറ്റവും ഞങ്ങൾ 4 വെക്കുകയുള്ളൂ കേട്ടാ, സാമ്പാറൊന്നും ഉണ്ടാക്കില്ല സദ്യക്ക്. അപ്പൊ ഇനി ഏറ്റവും സദ്യയിലത്തെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം ഇഞ്ചിത്തൈര് ഉണ്ടെങ്കിൽ 100 കൂട്ടാന് സമന്ന പറയാ. അപ്പൊ ഇഞ്ചിത്തൈര്, സ്ഥലം ഒന്നൊക്കെ മാറിയിട്ടുണ്ടേ. കടുമാങ്ങ വേണം, ഇത്തിരി കുറച്ച് കടുമാങ്ങ കൊടുക്കട്ടെ. മാങ്ങ വേണ, വെള്ളം മതിയോ? വെള്ളം മതി. ഇനി വെള്ളം, കടുമാങ്ങ. ഇനി ശർക്കര വരട്ടി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടാ, എല്ലാം ഉണ്ടാക്കി ഞാൻ. ശർക്കര വരട്ടി അത്ര ഭംഗി പോരാ, ഇത്തവണത്തെ ശർക്കര ഇത്തിരി കറുത്തതായിരുന്നു. ശർക്കര വരട്ടി. ഇനി വട്ടുപ്പേരി, കുറച്ചേ വറുത്തുള്ളൂ ഇത്തവണ. 4 വറുത്തത് കേട്ടാ, 4 വറുത്തത്. പിന്നെ വട്ടുപ്പേരി. ഇനി ഒരു സാധനം കൂടി ഉണ്ട്, ഇപ്പൊ വരാട്ടോ. പഴനുറുക്ക്, ഇലട കേട്ടാ. മുഴുവൻ കഴിക്കണ്ട, കുറച്ച് കഴിച്ച ഇലട കേട്ടാ. ഇനി പപ്പടം കൊടുത്തിട്ടില്ല. പപ്പടം ഒന്ന് പൊടിഞ്ഞോ, ഒരെണ്ണം പോരെ? ഒരെണ്ണം വേണച്ച തരാം കേട്ടോ, പപ്പടം. ഇനി ചോറ് വിളമ്പിയിട്ട് കാര്യം, ചോറ് വിളമ്പി കൊടുക്കട്ടെ. മതിയാ. ഇനി അടുത്തത് നെയ്യ് പോരെ. ഇനി എന്താ വേണ്ടേ? ഇനി പായസം. ഊണ് കഴിഞ്ഞിട്ട്. അപ്പൊ സദ്യ കണ്ടില്ലേ? ഇനി ഞാൻ എന്റെ ഇലയിൽ വിളമ്പിയിട്ട് ഞാൻ ഉണ്ണണത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഊണ് കഴിക്കാട്ടോ. എന്റെ ഊണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഊണ് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോ ചോറുണ്ണാം. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. നെയ്യും പപ്പടവും കൂട്ടിയിട്ട് ആദ്യം കുറച്ച് ചോറ് ഉണ്ണാം. നോട്ടിട്ടാ, നെയ്യും പപ്പടം കൂട്ടി ഉണ്ണാൻ ഒരു പ്രത്യേക സ്വാദല്ലേ. നമ്മൾ കുട്ടികൾക്ക് നെയ്യും പപ്പടവും കൂട്ടിയിട്ട് ചോറ് കൊടുക്കുമല്ലോ, അപ്പൊ അവര് വേഗം ഉണ്ണും. പുളിയിഞ്ചി, വെള്ളനാരങ്ങ, കടുമാങ്ങ, ശർക്കരപ്പേരി, വട്ടുപ്പേരി, 4 വറുത്തത്, ഓലൻ, എരിശ്ശേരി, കാളൻ, അവിയല്, ഇഞ്ചിത്തൈര്, പപ്പടം. ഇനി സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇലയിൽ കഴിക്കാം കേട്ടാ. നല്ല സ്വാദുണ്ട് കേട്ടാ.
ഓലം കൂട്ടി നോക്കട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ സ്വാദ് എന്ന് പറയാ അല്ലേ? നിങ്ങൾ വിചാരിക്കും അയ്യോ എല്ലാം ഞാൻ എല്ലാം പുതിയതായിട്ടേക്കുന്നേ. സെറ്റുമുണ്ട്, മാല, കമ്മല് എല്ലാം പുതിയതാ. ബ്ലൗസ് പുതിയതല്ല കേട്ടാ. ബ്ലൗസ് എനിക്ക് മാച്ചിങ് കിട്ടിയിട്ടില്ല. ബ്ലൗസ് മാത്രം പഴയതിട്ടു കേട്ടാ. നിങ്ങളുടെ കൂണ് കഴിഞ്ഞു. എന്താണാവോ പായസം എല്ലാവർക്കും അറിയില്ല. വെച്ചിട്ടാ നല്ല സ്വാദുണ്ട്. എന്റെ വീട്ടിലെ കാന്താരി മുളക്, വെള്ള കാന്താരി ഉണ്ടല്ലോ, അതിട്ടിട്ടാണ് ഓലൻ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഓലനിന്റെ ചുമന്ന മുളക് കെടുക്കുമ്പോ, പച്ചമുളക് ആയാലും പഴുത്തത് കെടുക്കുമ്പോ വലിയ ഭംഗിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീട്ടിലെ തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ടില്ലേ, അതിട്ടിട്ട് ഉണ്ടാക്കി. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ സദ്യയില് വെറും ഓലനും പപ്പടവും ചോറും മാത്രമേ ഉണ്ടാകുള്ളൂ. സത്യം പറയാലോ അതിന് കാര്യം. പിന്നെ എരിശ്ശേരി, കാളൻ, അവിയല് പിന്നെയും വെജിറ്റബിൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാന്നേലും. ഇത് മാത്രമേ കഴിക്കാറുള്ളൂ. കണ്ടാ ഇഞ്ചിത്തൈര് ഒരു പേരിന് വിളമ്പും. അച്ഛനുള്ളപ്പോഴേ, പണ്ട് അച്ഛനുള്ളപ്പോ ഞങ്ങള് ഊണയിക്കുമ്പോ അച്ഛൻ എണീറ്റ് പോണവരെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. എനിക്ക് എന്ന് പറഞ്ഞാല് ഞാൻ എന്നും മീൻ കൂട്ടും. ഒരു ദിവസം ഇല്ലാണ്ട് മീനില്ലാണ്ട് ഊണിക്കേയില്ല. ചെറുപ്പം തൊട്ട് അങ്ങനെ ഇപ്പോഴും. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരു കഷ്ണം മീൻ വറുത്തതും കൂടി ഉണ്ടായാലോ എന്നുള്ളൊരു തോന്നൽ. പക്ഷെ നമ്മൾ ഓണത്തിനും വിഷുവിനൊന്നും നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ. നാലും വെച്ചത് തന്നെ കഴിക്കുള്ളൂ. അപ്പോ ഇത് മുഴുവനും ഉണ്ടട്ടെ. ഞാൻ പായസം കൂടിയും കഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് ഓഫ് ചെയ്യാലോ. പായസം എങ്ങനെയുണ്ട് നോട്ടെ കേട്ടാ. പായസം ഇലയില് കഴിക്കുന്നത് ഒരു പ്രത്യേക സ്വാദ് തന്നെയാട്ടാ പായസത്തില്. സെമി പായസാട്ടാ ഉണ്ടാക്കിയേക്കണേ. അധികം മധുരമൊന്നും ഇട്ടിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഏട്ടാ, എന്നിട്ട് പറഞ്ഞുതരാം. എന്തൊരു സ്വാദറിയോ, നല്ല സ്വാദുണ്ട്. അടിപൊളി സേമിയ പായസം, എനിക്കിഷ്ടായി. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. സ്വാദുള്ളോണ്ട് തന്നെ പറയുന്നു. അസലായിട്ട്. രാമിനിപ്പോ ആയാ പായസം? അല്ല, രാമിന് ഊണയിച്ചിട്ടില്ല. എനിക്ക് ഊണയിക്കാൻ വലിയ ഇഷ്ടമില്ല. ഒലം മാത്രം കൂട്ടി ഉണ്ണാൻ ഇഷ്ടമുള്ളൂ. പിന്നെ ഇത് ഇലയിൽ വിളമ്പണ്ടേ എന്ന് വിചാരിച്ചിട്ട്. പുളിയിഞ്ചി കഴിച്ച് കാണിച്ചു തന്നില്ല അല്ലെ? ഞാൻ ഉണ്ടാക്കിയ പുളിയിഞ്ചി ഏട്ടാ. സ്പെഷ്യലായിട്ടുണ്ട് കേട്ടാ പുളിയിഞ്ചി. വെള്ള നാരങ്ങ ഞാൻ അന്ന് ഉണ്ടാക്കിയപ്പോ നിങ്ങക്ക് കാണിച്ചു തന്നില്ലേ? വട്ടുപ്പേരി കണ്ട? വട്ടുപ്പേരി കണ്ട? ആ വറുത്ത നമുക്ക് ഉപ്പേരി വറുക്കുമ്പോഴില്ലേ ഇങ്ങനെ ചുമക്കാൻ പാടില്ല. ആ മഞ്ഞ കളർ തന്നെ ഉണ്ടാവണം, നിർബന്ധമാണ്. എന്നിട്ട് സമയമില്ലാണ്ട് ഇന്നലെ രാത്രിയാണ് ഞാൻ ഇതൊക്കെ വറുത്തത്. നോക്കൂ, നാലും വറുത്തത്. അടിപൊളിയുണ്ട്, നല്ല സ്വാദുണ്ട്. എന്നാലും സദ്യ അടിച്ചു പൊളിച്ചു. കുട്ടികളില്ലാത്ത ഒരു വിഷമമുണ്ട്. മോന് വലിയ സുഖമില്ല. രണ്ടുപേരും കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സദ്യ. അവർക്കും വലിയ താല്പര്യമില്ല കേട്ടാ. അവർക്ക് ഓലം കൂട്ടാൻ നല്ല ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. എല്ലാവരോടും ഒന്നുകൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എന്റെയും രാമിന്റെ എന്റെ മക്കളുടെ ഒക്കെ വക ഓണാശംസകൾ. ഓക്കെ, ബൈ.